മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും ഒപ്പം AK ശശീന്ദ്രനുമാണ് ഷിരൂരിലേക്ക് പോവുക. മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലേക്ക് ഓൾറെഡി പോയി എന്നുള്ള വിവരമാണ് വരുന്നത്. വിനേഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, എപ്പോഴാണ് മന്ത്രിമാർ ഷിരൂരിലേക്ക് എത്തുക? വിനേഷ് ഉള്ളത് വീട്ടിൽ തന്നെയല്ലേ? അതെ, ഞാൻ വീട്ടിൽ തന്നെയുള്ളത്, ഈ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ളത്. അതായത് അർജുൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ആരും ഇല്ല, ഈ പ്രദേശത്തൊന്നും ആളുകളൊന്നുമില്ല. രാവിലെ ആളുകളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വീട്ടിലേക്ക് വീടിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ. എന്തായാലും അവർ അത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. റിയാസും മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ആണിപ്പോൾ ഷിരൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഉച്ചയോടുകൂടി അവർ അവിടെ എത്തും. ഇന്നലെ രാത്രി വൈകി മുഹമ്മദ് റിയാസ് ഇവിടെ അർജുൻ്റെ വീട് സന്ദർശിച്ചിരുന്നു, വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇന്ന് യഥാർത്ഥത്തിൽ റിയാസിൻ്റെയും ശശീന്ദ്രൻ്റെയും മറ്റു പരിപാടികളായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് മാറ്റിവെച്ച് വീട് സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റിയാസും ശശീന്ദ്രനും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചത്, ഷിരൂരിലെത്തിയത്. ഇന്നിപ്പോൾ ഷിരൂരിലെത്തും. അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. കാരണം അവിടെ ഇനിയും രക്ഷാദൗത്യം വൈകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും വീട്ടുകാരിപ്പോഴും ആ ഒരു മരവിച്ച അവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും അർജുൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. എന്നാലും അങ്ങനെ അധികം ആളുകളോടൊന്നും അവരങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയവിനിമയം നടക്കുന്നുണ്ട് കൃത്യമായി എന്ന് മാത്രമാണ് പറയുന്നത്. അർജുൻ്റെ സഹോദരനും ഭാര്യ സഹോദരനും ഉൾപ്പെടെ ബന്ധുക്കളുമായി നിരവധി ആളുകൾ ഷിരൂരിലുണ്ട്. എന്തായാലും അവരെ യഥാസമയം അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബന്ധുക്കളെല്ലാം തന്നെ, അച്ഛനും അമ്മയും സഹോദരങ്ങളും അതുപോലെ തന്നെ ഭാര്യയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അവരിങ്ങനെ നിരന്തരമായി കുടുംബവുമായി, അല്ലെങ്കിൽ അവിടെ പോയിരിക്കുന്ന ബന്ധുക്കളുമായി നിരന്തരമായി ഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സുഹൃത്തുക്കളുമുണ്ട്. ഇവിടുത്തെ നിരവധി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെട്ട 3ഓളം ജീവൻ രക്ഷാ സമിതികൾ മുക്കത്തുനിന്ന് മാത്രം പോയിട്ടുണ്ട്, മുക്കം പ്രദേശത്തു നിന്ന് മാത്രം. അങ്ങനെയുള്ള കൂടുതൽ ജീവരക്ഷാ സമിതികളും മറ്റും എല്ലാം തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ ദുഃഖം ഇങ്ങനെ ആ ഒരു പ്രദേശത്ത് നമുക്കറിയാം, ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അർജുനെ കാണാനാവാതെ, അല്ലെങ്കിൽ അർജുൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം പോലും ഒന്നും കാണാനാവാതെ ഇങ്ങനെ പിരിമുറുക്കത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു ഇന്നലെ. അത് കാരണം മൃതദേഹം ലോറി കണ്ടെത്തുന്നു, അതിനുശേഷമുള്ള മറ്റുള്ള അതിന്റെ ശാസ്ത്രീയ. ഒരു നിമിഷം, ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ നമ്മളപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ ഷിരൂരിലേക്കുള്ള യാത്രയിലാണോ?